പോലീസ് സ്ഥലത്തേക്ക് മോർച്ചറിയിലേക്ക് എത്തിയിട്ടുണ്ട്. താമരശ്ശേരി ഇൻസ്പെക്ടർ സായുജിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ വന്ന് ഷഹബാസിൻ്റെ കുറച്ച് ബന്ധുക്കൾ ഇവിടെയുണ്ട്, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇതിനുശേഷമാണ് ഷഹബാസിൻ്റെ ഇൻക്വസ്റ്റ് നടക്കുക. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുക. പോസ്റ്റ്മോർട്ടത്തിലാണ് ഷഹബാസിൻ്റെ തലയിൽ എത്ര ഗുരുതരമായ മുറിവായ ഏത് വിധത്തിലുള്ള ആയുധമാണ് എന്നൊക്കെ കണ്ടെത്താൻ കഴിയുക. എങ്കിൽ തന്നെ അത് നഞ്ചക്കാണ് ഉപയോഗിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. നേരത്തെ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളിൽ നിന്നും ബാക്കി ദൃക്സാക്ഷികളിൽ നിന്നൊക്കെ ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നഞ്ചക്ക് എന്ന ആയുധം ഉപയോഗിച്ച് തന്നെയാണ് ഷഹബാസിനെ ആക്രമിച്ചതെന്ന നിഗമനത്തിലേക്ക് പോലീസ് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് എതിരെ വധശ്രമത്തിന് കൊലക്കുറ്റം കൂടി ചുമത്തിയിരിക്കുകയാണ്. നേരത്തെ വധശ്രമമായിരുന്നു. ഷഹബാസിൻ്റെ മരണത്തോടുകൂടി എഫ്ഐആർ മാറ്റി കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. 5 വിദ്യാർത്ഥികളെ നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിടുകയാണ് ചെയ്തിരുന്നത്. ഇന്ന് 11 മണിയോടുകൂടി വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഇവരെ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ള സംഘർഷമായതുകൊണ്ട് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും നടക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം കൂടുതലായി പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ദൃക്സാക്ഷികളിൽ നിന്നൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചു വരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. ഒടുവിൽ നടന്ന ഒരു സംഭവം മുതിർന്നവർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ തരത്തിലൊരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ? ഉണ്ട്, ആ സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷികളും ഒക്കെ പറഞ്ഞത് പ്രകാരം മുതിർന്ന ആളുകൾ ഈ സംഘർഷത്തിൽ പങ്കാളികളായിട്ടില്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് വന്നിട്ടുള്ളത്. പക്ഷെ അത് പൂർണ്ണമായും ഇപ്പോൾ അത് പരിശോധിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അത് തള്ളിക്കളയുന്നില്ല. കാരണം ഇവര് ഈ പകവീട്ടലിനായി ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അക്കൗണ്ട് വഴിയാണ് ഇവർ ശബ്ദ സന്ദേശങ്ങളും മറ്റ് സന്ദേശങ്ങളും അയച്ച് ഈ കാര്യങ്ങളൊക്കെ ആശയ സംവേദനമൊക്കെ നടന്നിരുന്നത്. ഇക്കാര്യത്തിലെങ്കിലും മറ്റു മുതിർന്ന ആരുടെയെങ്കിലും പങ്കാളിത്തം ഉണ്ടോ? പ്രത്യക്ഷത്തിൽ തല്ലുന്ന കൂട്ടത്തിലില്ല എങ്കിൽ പോലും പരോക്ഷമായി ഒരു പിന്തുണയായി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന തരത്തിലേക്കും ഒരു അന്വേഷണം വേണ്ടതില്ലേ? ആ വിധത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഈ അടിപിടി കൂടിയ കൂട്ടത്തിൽ മുതിർന്ന ആളുകളില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിൽ കുട്ടികൾക്ക് നഞ്ചക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന് വിശദമായി തന്നെ പരിശോധിക്കുന്നു എന്നുകൂടിയാണ് പോലീസ് പറയുന്നത്. കൂടുതൽ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൃക്സാക്ഷികളിൽ നിന്നൊക്കെ കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ വിധത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഞാൻ ആവർത്തിച്ചതുപോലെ തന്നെ കൊലക്കുറ്റം ചുമത്തിയ വിദ്യാർത്ഥികൾ 5 പേരെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ 11 മണിയോടെ വീണ്ടും ഹാജരാക്കുകയാണ് ചെയ്യുക. ഒപ്പം തന്നെയാണ് ഷഹബാസിൻ്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഇൻസ്റ്റഗ്രാം ചാറ്റ് തെളിവുകളും അതുപോലെ ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ നടപ്പാക്കിയ ഒരു സംഭവമാണ് എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. കാരണം ഞായറാഴ്ച ഈ ട്യൂഷൻ സെൻറ്ററിലെ പരിപാടിക്കിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു, അത് വാക്കുതർക്കമാകുന്നു, അവിടെ അത് പരിഹരിക്കപ്പെടുന്നു. പക്ഷേ അത് പിന്നീട് സോഷ്യൽ മീഡിയ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തിരിച്ച് പക വീട്ടുന്നതിൻ്റെ ചർച്ചകളൊക്കെ ആ ഗ്രൂപ്പിൽ നടക്കുന്നു. ഇൻസ്റ്റഗ്രാം വഴിയും ആ രീതിയിൽ തന്നെയുള്ള വെല്ലുവിളികളും എല്ലാം തന്നെ നടന്നു പോവുകയാണ്. ഒപ്പം തന്നെയാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം അതിൽ പങ്കാളികളായ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഈ സന്ദേശങ്ങളും ഓഡിയോയും ഒക്കെ പുറത്തു വരുമ്പോൾ കൃത്യമായി ഉദ്ദേശിച്ചത് തന്നെ ചെയ്തതാണ്, നമ്മൾ ഉദ്ദേശിച്ച ഏതായാലും നടപ്പാക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ആ ഒരു സന്ദേശങ്ങളും പുറത്തു വരുമ്പോൾ ഏതായാലും അത് കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ നടപ്പാക്കിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആസൂത്രണത്തിന്റെ ഫലമായി ഉണ്ടായത് എന്ന് മാത്രമല്ല രാഹുൽ, ആ ശബ്ദ സന്ദേശത്തിൽ വളരെ പരിഹാസത്തോടെയോ ചിരിച്ചുകൊണ്ടോ ഒക്കെയാണ് പറയുന്നത്. കണ്ണൊക്കെ തകർത്തിട്ടുണ്ട്, നീ പോയി നോക്കൂ എന്നൊക്കെ പറയുന്നത് വളരെ ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. എങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ ഇത് കഴിയുന്നു എന്നതാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും പ്രേരണയുണ്ടോ, മറ്റാരുടെയെങ്കിലും സ്വാധീനമുണ്ടോ? അങ്ങനെ എല്ലാ കാര്യത്തിലേക്കും അന്വേഷണം പുരോഗമിക്കട്ടെ. രാഹുലിലേക്ക് വരാം.